ആയല്ലോ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ആയാലോ? ഒരു ഈവനിങ് വ്ളോഗ് തന്നെ ആയിക്കോട്ടെ. പിന്നെ നമ്മളൊന്ന് കടപ്പുറത്ത് പോവാണേ. ഞാൻ കുളിക്കാൻ പോയ സമയത്ത് അമ്മയും സിനിയപ്പയും കൂടെ കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ച് മുടി പോലും ഉണക്കാതെയാണ് കടപ്പുറത്തോട്ട് പോകുന്നത്. കർക്കിടക മാസത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഏതൊരു ചെടി പറിക്കാനാണ് സിനിയപ്പയിലൂടെ ഞാനും പോകുന്നത്. പോയി അതിൻ്റെ ഇടയ്ക്ക് തുമ്മൽ വന്നിട്ട് തുമ്മാനും പറ്റിയില്ല. അല്ലേലും അതെങ്ങനെയാ, ചില സമയത്ത് എൻ്റെ തുമ്മൽ എന്നെ പരീക്ഷിക്കും. അങ്ങനെ അമ്മയും സിനിയപ്പയും ചെടി പറിക്കുന്ന നേരത്ത് നമുക്ക് പൊഴിയിൽ വെള്ളം ഉണ്ടാകുന്ന നോക്കാം. പുഴയിലോട്ട് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ കാക്കക്കൂട്ടത്തിനെ കണ്ടത്. 3-4 മരം നിറച്ചും കാക്കകൾ. എനിക്ക് തോന്നുന്നു കുളി കഴിഞ്ഞ് ചിറകുണക്കാനിരിക്കുകയെന്ന് തോന്നുന്നു. എൻ്റെ ക്യാമറയും കണ്ട് പേടിച്ച് കുറേ എണ്ണം പറന്നും പോയി. എന്നിട്ടും കാര്യമില്ല, ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. എന്തായാലും പോയത് വെറുതെ ആയില്ല. പുഴയിൽ നല്ല വ്യൂ ആയിരുന്നേ. അധികം വെള്ളവും ഇല്ലായിരുന്നു. തിരമാലകൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ കടലിൽ നോക്കി നിന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴാണ് ദാണ്ടടാ നമ്മുടെ നോനി ഫ്രൂട്ട്. പണ്ടിത് പറിച്ച് തിന്ന് തുപ്പിക്കളയാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്ന് ഒരു ചെറിയ സൂര്യകാന്തി പോലത്തെ പൂവെടുത്ത് എൻ്റെ തലയിൽ വെച്ച് തന്നെ. ഞാനത് തലയിൽ വെച്ച് എൻ്റെ സന്തോഷത്തിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് ആ പൂ പിടിക്കുന്ന ചെടി. നിലത്ത് നിറച്ചും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ടാണേ. ഒരു പഴുത്ത നോനി ഫ്രൂട്ടിൻ്റെ ഒക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ കണ്ട കാഴ്ചയാണിതേ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.